കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻജിയുടെ സർക്കാർ അവസാനത്തെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അത് മുമ്പോട്ട് വെച്ചു. അതിനെക്കുറിച്ച് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാടിൻ്റെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് ഇന്ന് 10 കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാർ ടേം കഴിയുമ്പോൾ ഇന്ന് ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, രാജ്യത്തിൻ്റെ ഏറ്റവും ഭീകരമായ വിലക്കയറ്റം, തൊഴിലുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സ്ഥിതി, പെൻഷനർ ആണെങ്കിൽ 4-5-6 മാസമായി പെൻഷൻ കിട്ടാത്ത സ്ഥിതി, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി, ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലും നിങ്ങൾ എല്ലാവർക്കും കാണുന്ന സ്ഥിതി. ഇത് 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച പിണറായി വിജയൻജിയുടെ അവസാനത്തെ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, ആരും മറന്നിട്ടില്ല എന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ 2004 മുതൽ 2014 ഭരിച്ച കോൺഗ്രസ് പാർട്ടി, UPA CPM പിന്തുണ കൊണ്ട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ അവസാനത്തെ ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങൾ മാത്രം 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമിയാക്കി മാറ്റിയ സാഹചര്യത്തിൽ അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ കുറെ എല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ അതേ സ്ഥിതി, ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിന്റെ ഇക്കോണമിയെ കൊണ്ടുവച്ച് ഇന്ന് കുറെ എല്ലാം വാഗ്ദാനം കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് 10 കൊല്ലത്തിലൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കൃത്യമായി പറയാനുള്ളത്, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഈ 2026 പെൻഷൻ പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു കോൺഗ്രസ് 2014. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാർലമെന്റ് ആയിരുന്നല്ലോ. നരേന്ദ്രമോദിജി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച്, നമ്മളുടെ സൈനികർക്ക് വേണ്ടി 1 റാങ്ക് 1 പെൻഷനെ കുറിച്ച് നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിന്റെ CM ആയിരുന്നു. BJP അധികാരത്തിൽ വന്ന് അത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ 2014 ബഡ്ജറ്റിൽ കോൺഗ്രസ് വേഗം ഞങ്ങളും ചെയ്യും 10 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് 50 കോടി എന്തോ ബഡ്ജറ്റിൽ അതിന് പ്രാവധാനം പ്രഖ്യാപിച്ചു. അത് മറ്റൊരു കാര്യമാണ്. 1 റാങ്ക് 1 പെൻഷന് 50 കോടിയല്ല, 500 കോടിയല്ല, 25,000 കോടിയാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ കൊടുത്തത്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ രണ്ട് CPM-ലും കോൺഗ്രസിലും അവരുടെ ഇക്കണോമിക് മാനേജ്മെന്റിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റ് പരിശോധിച്ച് പഠിച്ചാൽ 10 കൊല്ലം അവരുടെ ഭരണത്തിന്റെ ഫലങ്ങളെല്ലാം നമ്മൾ ആലോചിച്ച് പഠിച്ചാൽ കോൺഗ്രസ് 10 കൊല്ലം ഇന്ത്യന് ചെയ്തത് CPM കേരളത്തിന് ചെയ്തു. 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് നാടിന്റെ ഇക്കോണമി തകർന്നു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ തൊഴിലിനെ കുറിച്ച് ഒരു വാക്കില്ല,
വിലക്കയറ്റത്തിനെ കുറിച്ച് ഒരു വാക്കില്ല. അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വാഗ്ദാനം മാത്രം. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇതാണ് സ്ഥിതി. ഇതിനെക്കുറിച്ച് സർക്കാരിന് പറയാൻ ഇത് ഡബിൾ ആയിട്ടില്ല. ഇതൊരു അച്ചീവ്മെന്റ് ആണോ? 5 ലക്ഷം കോടി കടം 3.5 കോടി ജനങ്ങളുടെ തലയിൽ ഒരു കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. പെർ ക്യാപിറ്റ അത് എന്താണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇത് എങ്ങനെയാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ആരാണ് റീപേ ചെയ്യാൻ പോകുന്നത്? ഇത് പുതിയ തലമുറ, വരുന്ന പുതിയ ജനറേഷൻ. ഈ കടം അവരെ ബാധിക്കാൻ പോവല്ലേ? ഈ കടത്തിന്റെ ഫലം എന്താണ്? നാളെയോ മറ്റന്നാളോ വരുന്ന കൊല്ലത്തിൽ ഈ കടം കൊടുക്കാൻ ഇന്നിപ്പോ 92% ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ, ഞാൻ പറഞ്ഞ പോലെ കടവും പലിശയും ക്ഷേമ പെൻഷൻസിനാണ് പോകുന്നത്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് എന്താ 100% ആവുമോ? അപ്പൊ വികസനത്തിന് വേണ്ടി കാശുണ്ടാവില്ലേ? ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. 92% ഇന്ന് നമ്മൾ ഓരോരോ രൂപ റവന്യൂ കിട്ടുന്ന 100 രൂപേന് 92 രൂപയാണ് പലിശയ്ക്കും കടത്തിനു വേണ്ടി പെൻഷൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ പുതിയ തലമുറയ്ക്കോ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടുന്ന് കാശ് കിട്ടും? ഇനിയും കടം വാങ്ങിച്ചിട്ടോ? ഇതാണ് ഒഫീഷ്യലി ഒരു ഡെറ്റ് ട്രാപ്പ്. നെക്സ്റ്റ്, പിന്നെ ഇതിപ്പോ ഇലക്ഷന്റെ 60 ദിവസം മുമ്പേ ഒരു ബഡ്ജറ്റ് അല്ലേ, അപ്പൊ എന്തെങ്കിലും പറയണ്ടേ? വേറൊന്നും പറയാനില്ല. തൊഴിലിനെ കുറിച്ച് പറയാനില്ല, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനില്ല, ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാനില്ല, വിലക്കയറ്റത്തെ കുറിച്ചും പറയാനില്ല. അപ്പൊ എന്താ പറയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? ഇതല്ലേ സത്യം? 460% ഇൻക്രീസ്. ടാക്സ് ഡിവോൾവ് ആവുന്നില്ല. ഇത് മറ്റൊരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ. എന്താണ് സത്യം? 10 കൊല്ലം കോൺഗ്രസ്, CPM-ന്റെ പിന്തുണ കൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 46,000 കോടിയായിരുന്നു ഡെവല്യൂഷൻ. 1,50,140 കോടിയാണ് കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിന്റെ സർക്കാർ ഡിവോൾവ് ചെയ്ത ഫണ്ട്സ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22 ലക്ഷം കോടി ചെലവാക്കിയിട്ടുണ്ട്. 22 lakh crores. അത് എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇന്നും ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് മരിക്കുന്നത്? എന്തുകൊണ്ട് കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കിട്ടുന്നില്ല? എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നവർക്ക് 6-5 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ കിട്ടുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ 22 ലക്ഷം കോടി എങ്ങോട്ട് പോയി? എവിടെ പോയി? എന്ത്? ഇത് ഈ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. ഈ 10 കൊല്ലം കഴിഞ്ഞ് എത്രയോ കൊല്ലം ക്ഷേമ പദ്ധതികളെല്ലാം 5-6 മാസം കഴിഞ്ഞ് കിട്ടുന്ന സ്ഥിതി, ഇതെല്ലാം ജനങ്ങൾ മറക്കും. എന്നിട്ടാണ് ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് പറയുന്നത് എല്ലാവർക്കും പെൻഷൻ സമയത്ത് കിട്ടുന്നു. അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞതായിരുന്നേ, 2016 മാനിഫെസ്റ്റോയും 21 മാനിഫെസ്റ്റോ 2500 മാസം പെൻഷനാണ്. ഇപ്പൊ അവർ പറയുന്നത് പെൻഷൻ ഒരു റൈറ്റ് അല്ല, അവകാശമല്ല. ഒരു ഒറ്റ സംസ്ഥാനമുള്ളൂ ഇന്ത്യയിൽ, PM ആവാസ് യോജന, പാവങ്ങൾക്ക് വീട് ഉണ്ടാക്കുന്ന പ്രോഗ്രാമിൽ വീടുണ്ടാക്കാത്തത്, ആ പദ്ധതി നടപ്പിലാക്കാത്ത ഒരു ഒറ്റ സർക്കാർ ഉള്ളൂ ഇന്ത്യയിൽ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. 3 ലക്ഷം ജനങ്ങൾക്ക് വീട് കിട്ടുന്നതായിരുന്നു, കിട്ടിയില്ല. ഇതിനെ കുറിച്ച് ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PM ആയുഷ്മാൻ 70 വയസ്സിന് മേലെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാത്ത ഒരു സർക്കാരാണ്
പിണറായി വിജയൻജിന്റെ സർക്കാർ. അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല ബഡ്ജറ്റിൽ. കുടിവെള്ളം 32 ലക്ഷം വീട്ടുകൾ ഇന്നും കുടിവെള്ളമില്ല. 10 കൊല്ലം കഴിഞ്ഞു. 6000 കോടിന്റെ ഇന്നും പൈപ്പ് കോൺട്രാക്ടേഴ്സ്, കുടിവെള്ളം കോൺട്രാക്ടേഴ്സിന് കാശ് കൊടുത്തിട്ടില്ല. ഇന്നും രാജ്യത്തിൽ ഒരു ബോട്ടം ഹാഫിലാണ് കേരളത്തിന്റെ കുടിവെള്ള കവറേജ്. 55.54% ആണ് കുടിവെള്ളം കവറേജ്. ജൽജീവൻ മിഷന്റെ പ്രോഗ്രാം, ഞാൻ മന്ത്രിയായിരുന്നു ജൽജീവൻ മിഷന്റെ, അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. പിന്നെ ഇതിനെക്കുറിച്ചും ബഡ്ജറ്റിൽ ഒരു വാക്കില്ല. റബ്ബർ സപ്പോർട്ട് പ്രൈസ് ആരായിരുന്നു മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 250 രൂപ ബഡ്ജറ്റ് സപ്പോർട്ട് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നു? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM ഇന്ന് എന്താ കൊടുക്കുന്നത്? 200 രൂപ. ഇതിനെ കുറിച്ചൊരു വാക്കില്ല. KSRTC നോക്കൂ. KSRTC ജീവനക്കാർ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. 2 കൊല്ലമായിട്ട് ഞാൻ അവരുടെ പരാതിയും അവരുടെ കംപ്ലൈൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 5-6 മാസം കഴിഞ്ഞിട്ട് ശമ്പളം. ഇതിനെക്കുറിച്ച് ഒരു വാക്കില്ല ബഡ്ജറ്റിൽ. ഇതെന്താണ് ഇതിന്റെ ഒരു മെസ്സേജ്? കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസോ? അത് എന്തുകൊണ്ട്? അപ്പൊ ശിവൻകുട്ടി ജി, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, 75% സ്കൂള് സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനാണോ ഇത്? എന്തുകൊണ്ട് സ്കൂളിനെ നന്നാക്കുന്നില്ല? 75% സ്കൂൾ, ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അസംബ്ലിയിൽ പറയുന്നത്. 75% ഗവൺമെന്റ് സ്കൂൾ സുരക്ഷിതമല്ല, അൺസേഫ് ആണ്. അതുകൊണ്ടാണോ ലൈഫ് ഇൻഷുറൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, അത് ക്ലാരിഫൈ ചെയ്യട്ടെ. മൻരേഗ ഫ്രോഡ്, ഇത് എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം? 10 കൊല്ലം ഭരിച്ചു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറയൂ. നിങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ മിസ്മാനേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ മിസ്മാനേജ് ചെയ്തോളൂ, ഞങ്ങൾ കാശ് തരാം. അങ്ങനെ ഒരു ഉത്തരവാദിത്വോ ഒരു കടമ എവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളെ സഹായിക്കും, പിന്തുണ തരും. അത് നരേന്ദ്രമോദിജി എത്രയോ സംസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് സർക്കാർ. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഇക്കോണമിയെ തകർത്ത് വെച്ച ഒരു സ്ഥിതിയല്ലേ. ഇവിടെ ആർക്കെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഇന്ന് ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം നടന്നില്ലല്ലോ. എന്തുകൊണ്ട് നടന്നില്ല? ഇൻവെസ്റ്റ്മെന്റ് വന്നില്ലെങ്കിൽ, ഞാൻ ബഹുമാനത്തോട് എല്ലാവരും പറയാം, ഞാൻ വലിയൊരു പണ്ഡിറ്റല്ല, ഞാൻ എന്നും പറയാം, സാമാന്യ ബുദ്ധി. നിക്ഷേപം വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുക? ഇക്കണോമിക് ആക്ടിവിറ്റി വഴിയല്ലേ തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കുക. ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ചെയ്യില്ല. 92% ബഡ്ജറ്റിന്റെ റവന്യൂ പോകുന്നത് ഡെറ്റ് സർവീസും ക്ഷേമ പദ്ധതിക്കാണ്. പിന്നെ എങ്ങനെയാണ്? പിന്നെ VGF, അങ്ങനെ സംസ്ഥാന സർക്കാരിന് അത്ര ഒരു കഴിവും ധൈര്യവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് VGF ചോദിക്കുന്നത്? വിഴിഞ്ഞം ആരെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത് ഗുണം ആർക്കാണ്? കേരളത്തിനല്ലേ? കേരളത്തിന് യുവാക്കൾക്കല്ലേ? കേരളത്തിന് ബിസിനസ്സിനല്ലേ? അപ്പോ അവരല്ലേ അതിന് പിന്തുണ കൊടുക്കേണ്ടത് 100%? അത് ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെന്റ് സഹായവും വേണം. പിന്നെ സഹായം തന്നതിന് അതിന്റെ സ്ട്രക്ചറും തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ? അതൊന്നും നടക്കില്ല. അത് നോക്കി, ഇതൊരു പ്രചരണമല്ല, ഇങ്ങനെ പറഞ്ഞു നടക്കട്ടെ. അതിങ്ങനെ ഈ ഇലക്ഷന് ജനങ്ങൾ തീരുമാനിക്കും. ഇത് 10 കൊല്ലം അതേ ഒരു സ്റ്റക്ക് റെക്കോർഡ് പോലെ ഇവിടുന്ന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ സത്യം ഇപ്പൊ കാണിച്ചെന്നല്ലോ, 22 ലക്ഷം കോടി എവിടെ പോയി? 10 കൊല്ലം 22 ലക്ഷം കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പേരില്. ഇന്ന് പിന്നെ എന്തിനാണ് തൊഴിലില്ലാത്ത ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മത്തെ സ്റ്റേറ്റ്? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റിൽ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണോ? പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്നത്?
പെൻഷൻ ഇങ്ങനെ ഗഡ്ബിളിയായിട്ട് മാറുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെൻഷൻ പദ്ധതി സാമൂഹ്യ പദ്ധതിയൊക്കെ ഒഴിവാക്കണമെന്നാണ് ബിജെപി. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫാക്ട്, വസ്തുത പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഞാൻ ഇതാണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്ഡ് കമ്മിറ്റ്മെന്റ്. പെൻഷൻ പ്ലസ് ഡെറ്റ് സർവീസ് 92%. പിന്നെ ബാക്കിയുള്ളത് എന്താ? 8%. പിന്നെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ പോകുന്നത്? അതെന്റെ ഒരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു സാധാരണ ഒരു കുറച്ചെല്ലാം പഠിച്ച ഒരാളാണ്. ഇതിലൊരു മാജിക് ഉണ്ടെങ്കിൽ ബാലഗോപാൽജി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിജി പറയാം. 10 കൊല്ലം നടന്നിട്ടില്ല, ഇനി 11ാമത്തെ കൊല്ലം നടപ്പിലാക്കാൻ നടക്കുകയാണെങ്കിൽ അതും നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ.